അപകടത്തിൻ്റെയും കുറേ കാരണമാണ് ഈ OSA എന്ന് പറയുന്നത്. കാരണം അവർ വെറുതെ ഇരിക്കുമ്പോൾ പിന്നെ ഉറങ്ങിപ്പോവും, ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോവും. ഡ്രൈവ് ചെയ്യുന്നതിലേറെ ഉറങ്ങുമ്പോൾ അവർ മറ്റേ സീറ്റിലിരിക്കുകയാണെങ്കിൽ വായിക്കുമ്പോൾ തന്നെ ഉറങ്ങിപ്പോവും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേനും ഉറങ്ങിപ്പോകാറ്. അപ്പോൾ ഡ്രൈവർമാർക്കൊക്കെ ഇതുണ്ടെങ്കിൽ അവർ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേന് തന്നെ പെട്ടെന്ന് അവർ ഉറങ്ങിപ്പോവും. പക്ഷെ കുറച്ച് നേരം ഉറങ്ങുള്ളൂ. ആ നേരത്തിൽ ആക്സിഡൻ്റൊക്കെ സംഭവിക്കും, അപ്പോൾ തന്നെ ഉണരും. ഇപ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയും. അതായത് നമ്മൾ ഉറക്കത്തിൽ ഭയങ്കര കൂർക്കം വലി ഉണ്ടാവും. നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം ശ്വാസം നിന്ന പോലെ ഉണ്ടാവും. പിന്നെ രാവിലെ എണീറ്റ ഒരു ഉന്മേഷവും ഉണ്ടാവില്ല. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അവർ സത്യത്തിൽ ഉറങ്ങിയിട്ടൊക്കെ ഉണ്ടാവും, കുറേ നേരം ബെഡിലൊക്കെ കിടന്നിട്ടുണ്ടാവും. പക്ഷെ രാവിലെ എണീറ്റ് തീരെ ഉറങ്ങാത്ത പോലെ ആകെ ക്ഷീണിച്ച്. ഇത് പ്രത്യേകിച്ച് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവർ കുറേ നേരം കിടക്കുന്നുണ്ടെങ്കിൽ അവർ ഡീപ്പ് സ്ലീപ്പ് പോവും. അവർ സ്റ്റേജ് 1ഉം 2ലും മാത്രമേ സ്ലീപ്പ് ഉണ്ടാവുള്ളൂ. 2-ന്ന് 3ലേക്ക് എത്തുമ്പോഴാണ് ശരിക്കും 3-4ലാണ് നമ്മളെ ശരിക്കുള്ള സ്ലീപ്പ്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തലച്ചോറിൻ്റെ റിപ്പയറും ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ള നമ്മളെ മനസ്സിലൊക്കെ ഉള്ള സ്ലീപ്പ് എന്ന് പറയുന്നത് സ്റ്റേജ് 3 and 4 ആണ്. പക്ഷെ അവർക്ക് സ്റ്റേജ് 3-4 കിട്ടുന്നേ ഉണ്ടാവില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഈ തടി കൂടിയ ആൾക്കാർ, ഒബിസിറ്റി കൂടുന്ന ആൾക്കാർക്കൊക്കെ ഇവിടുത്തെ നാവിൻ്റെ പിൻഭാഗത്ത് ചെറുനാക്കിൻ്റെയൊക്കെ ടോണ് കുറവായിരിക്കും. ശരിക്കും നമ്മൾ ഉറങ്ങുന്ന നേരത്തും പിന്നെ എയർവേ നമ്മളെ ശ്വാസനാളിയിലുള്ള ടോണൊക്കെ മസിൽ അങ്ങനെ തന്നെ ഇരിക്കണോ, അല്ലെങ്കിൽ അതൊക്കെ നാവ് പിന്നിലേക്ക് പോയിട്ട് നമ്മൾ ശ്വാസം അടഞ്ഞു പോകും. 3-4ലേക്ക് അവർ സ്ലീപ്പ് എത്തുമ്പോഴേക്കും ടോണ് കുറഞ്ഞിട്ട് നാവ് അടഞ്ഞു പോകും. അപ്പോൾ ശ്വാസം കിട്ടൂല. ശ്വാസം കിട്ടുന്നില്ലെങ്കിൽ അവർ ഫിസിക്കലി ഉണരുന്നുണ്ടാവില്ല. പക്ഷെ അവർ ഉറക്കം സത്യത്തിൽ സ്റ്റേജ് 3-ലെത്താതെ 1-ലും 2-ലും തന്നെ കിടക്കും. അപ്പോൾ ചെറിയ മൈക്രോ അറൗസൽ എന്ന് പറയും നമ്മൾ. അതായത് അവർ എണീക്കുന്നുണ്ടാവില്ല. നമ്മൾ കാണുന്ന ഒരാൾക്ക് അവർ എണീക്കുന്നില്ല, അവർ ഉറങ്ങേണ്ടിയിരിക്കും. പക്ഷെ അവർ സ്ലീപ്പ് മുഴുവൻ 1-ഉം 2-ലും കിടന്ന് കളിക്കുക. 3ലേക്ക് എത്തുന്നുണ്ടാവില്ല. 3ലേക്ക് എത്തുമ്പോഴേക്കും ശ്വാസം നിൽക്കും. ശ്വാസം നിൽക്കുമ്പോഴേക്കും അതിന് ഉണരാൻ വേണ്ടി ചെറിയ അറൗസൽ വരും. അപ്പോൾ അറൗസൽ വരുമ്പോൾ ടോണ് കൂടും, അവർ ശ്വാസം ശരിയാവും. അപ്പോൾ നോക്കിയാൽ തന്നെ ചിലപ്പോൾ കാണും അവരിങ്ങനെ ചെറിയ ശ്വാസം വലിക്കും, നീട്ടി വലിക്കും. പിന്നെ അവർ ശ്വാസം കുറച്ച് ഒരു 10-15 സെക്കൻഡ് നിന്നു പോകും. ശ്വാസം ഉണ്ടാവില്ല. പെട്ടെന്ന് കണ്ടാൽ ചിലപ്പോൾ നമുക്ക് മരിച്ചു എന്നൊക്കെ തോന്നും, ശ്വാസം ഇല്ലാതിരിക്കും. പിന്നെ ശ്വാസം ഇങ്ങനെ പിന്നെ അവരെ മൈക്രോ അറൗസൽ വന്ന് ശ്വാസം വന്നിട്ട് പിന്നെയും കൂടി വരും. അങ്ങനെ ഇത് ഒരുപാട് ആൾക്കാർക്കുള്ളൊരു അസുഖമാണ്.